Hi and welcome to Twinkle Time Thoughts. എപ്പിസോഡ് 2 ഭീമൻ പൂച്ച. പാർക്കിൽ കാറ്റ് ഷോ കാണുവാൻ നാട്ടുകാർ ഒത്തുകൂടിയിരിക്കുകയാണ്. ഷോയിൽ ലിറ്റിൽ സ്പൈഡിയുടെ പൂച്ചയും പങ്കെടുക്കുന്നുണ്ട്. ആൻഡ് മേയുടെ കൂടെ അവനും പാർക്കിലെത്തി. സ്പൈഡിയുടെ ശ്രദ്ധ തെറ്റിയതും പൂച്ച കൂട്ടിൽ നിന്നിറങ്ങി ഒരു പൂമ്പാറ്റയുടെ പുറകെ ഓടി. ഇതേ സമയം ഒക്ടോ ഗേൾ അവിടെ എത്തി. അവളുടെ കയ്യിൽ എക്സ്പാൻഡ് റേഗൺ ഉണ്ടായിരുന്നു. റേഗൺ ഉപയോഗിച്ച് തന്റെ കൂട്ടാളിയായ കുഞ്ഞൻ റോബോട്ടിനെ ഭീമനാക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു അവൾ. പക്ഷെ റേഗൺ കൊണ്ടത് വഴിതെറ്റി ഓടിയെത്തിയ സ്പൈഡിയുടെ പൂച്ചക്കുട്ടിക്കാണ്. പൂച്ചക്കുട്ടി വലുതാകുവാൻ തുടങ്ങി. സ്പൈഡി മൈൽസിനോടും സ്റ്റേസിയോടും പൂച്ചയെ തേടുവാൻ സഹായം ചോദിക്കുകയായിരുന്നു അപ്പോൾ. പെട്ടെന്ന് ഭീമാകാരനായ പൂച്ചക്കുട്ടിയെ കണ്ടവർ ഞെട്ടി. പൂച്ചക്കുട്ടിയോ കുഞ്ഞൻ റോബോട്ടിനെ കണ്ട് കളിപ്പാട്ടമാണെന്ന് കരുതി അതിന്റെ പിന്നാലെ ഓടി. ടീം സ്പൈഡിയിലെ 3 പേരും സ്യൂട്ട്സ് ഇട്ട് റെഡിയായി. അവർ ഒക്ടോ ഗേളിന്റെ പിന്നാലെ വച്ചു പിടിച്ചു. അവളുടെ കയ്യിൽ നിന്ന് റേഗൺ കൈക്കലാക്കണം. അതായിരുന്നു ലക്ഷ്യം. ഒക്ടോ ഗേൾ വഴിയിൽ കിടന്ന ഡസ്റ്റ്ബിൻ അവർക്കു നേരെ വലിച്ചെറിഞ്ഞു. ഒപ്പം റേഗൺ ഉപയോഗിച്ച് അതിന്റെ വലിപ്പം കൂട്ടുകയും ചെയ്തു. സ്പൈഡി ഒഴിഞ്ഞു മാറി. സ്പൈഡി വെബിട്ട് റേഗൺ പിടിച്ചു വാങ്ങാൻ നോക്കി. പക്ഷെ അവൾ രക്ഷപ്പെട്ടു. ഇതേ സമയം ഭീമൻ പൂച്ചക്കുട്ടി കുഞ്ഞൻ റോബോട്ടിനെ കടിച്ചെടുത്തു. അവിടെ എത്തിയ സ്റ്റേസിയും മൈൽസും പൂച്ചക്കുട്ടിയെ ശാന്തനാക്കുവാൻ ശ്രമിച്ചു. ഐഡിയ, നമുക്കൊരു ടോയ് ഉണ്ടാക്കാം പൂച്ചക്കുട്ടിയെ കളിപ്പിക്കാൻ, മൈൽസ് പറഞ്ഞു. എന്നിട്ട് പൂച്ചക്കുട്ടിയെ നഗരത്തിനു വെളിയിലേക്ക് കൊണ്ടുപോകാം. അവർ വെബ് കൊണ്ടൊരു ബോൾ ഉണ്ടാക്കി. ഭീമൻ പൂച്ചക്കുട്ടിക്ക് അത് വളരെ ഇഷ്ടമായി. പൂച്ചക്കുട്ടി ബോൾ പിടിക്കുവാൻ ഓടി. മൈൽസും സ്റ്റേസിയും ബോളുമായി കെട്ടിടത്തിനു മുകളിലേക്ക് നീങ്ങി. ബോളിനു പുറകെ പൂച്ചക്കുട്ടിയും മുകളിലേക്ക് വെച്ചു പിടിച്ചു. ബോളിന് പുറകെ ചാടിയ പൂച്ചക്കുട്ടിക്ക് കാല് തെറ്റി. അതൊരു സൈൻ ബോർഡിൽ കുടുങ്ങിപ്പോയി. സ്പൈഡിയും ഒക്ടോ ഗേളും ഇത് കണ്ടു. പൂച്ചക്കുട്ടിയുടെ പല്ലിനിടയിൽ കുഞ്ഞൻ റോബോട്ടിനെ കണ്ട് ഒക്ടോ ഗേൾ ഞെട്ടി. കുഞ്ഞൻ റോബോട്ട് അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. സ്പൈഡി അത് ശ്രദ്ധിച്ചു. ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പൂച്ചക്കുട്ടിയെയും റോബോട്ടിനെയും രക്ഷിക്കാം, സ്പൈഡി പറഞ്ഞു. ഒക്ടോ ഗേൾ വേറെ വഴിയില്ലാതെ അതിന് സമ്മതിച്ചു. അവർ റേഗണുമായി കെട്ടിടത്തിന് മുകളിൽ എത്തിയതും പൂച്ചക്കുട്ടി കാല് തെറ്റി താഴേക്ക് വീണു. സ്പൈഡി പിറകെ ചാടി. ഒക്ടോ ഗേൾ റേഗൺ വെച്ച് ഷൂട്ട് ചെയ്തു. പൂച്ചക്കുട്ടി വീണ്ടും ചെറുതായി. നിലത്ത് വീഴും മുമ്പ് സ്പൈഡി പൂച്ചക്കുട്ടിയെ പിടിച്ചെടുത്തു. അതിനെ സുരക്ഷിതമായി താഴെ എത്തിച്ചു. പൂച്ചയുടെ വായിൽ കുഞ്ഞൻ റോബോട്ടും സുരക്ഷിതമായിരുന്നു. പക്ഷെ അത് വീണ്ടും ചെറുതായി പോയിരിക്കുന്നു. കുഞ്ഞൻ റോബോട്ടായി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ റേഗൺ സ്പൈഡി പിടിച്ചെടുത്തു. നിരാശയായ ഒക്ടോ ഗേൾ അവിടെ നിന്നും ഓടിപ്പോയി. സ്പൈഡിയുടെ ആവേശകരമായ മിഷനുകൾക്ക് കാത്തിരിക്കുക. Please do like, share and subscribe for more videos. Thank you.